ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലൈനിങ് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ കാണിക്കുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1 മീറ്റർ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ലൈനിങ് ഇതുപോലെ കോണ് പോലെ ഇട്ടിട്ട് നമ്മൾക്കൊന്ന് വലിച്ചെടുക്കണം. അതേപോലെ തിരിച്ചും നമ്മൾ കോണ് പോലെ നമ്മുടെ പീസ് ഇട്ടിട്ട് നമുക്കൊന്ന് വലിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് നന്നായിട്ട് വലിച്ചെടുക്കണം. അപ്പം നമ്മുടെ ലൈനിങ് നന്നായി വലിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിത് ലൈനിങ് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്തിട്ട് പിന്നെ ബ്ലൗസ് ബിറ്റും ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പം നമ്മൾക്ക് കട്ട് ചെയ്യുമ്പോൾ അളവൊക്കെ ഒന്ന് കറക്റ്റായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബിറ്റും അയൺ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് മടക്കിയിടേണ്ടത്. ഇതേപോലെ മടക്കിയിട്ടിട്ട് ഇത് ഞാൻ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. വേഗം അറിയാത്തവർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നത്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഫസ്റ്റ് പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ബാക്കും ഫ്രണ്ടൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്താൽ നമുക്ക് വേഗം മനസ്സിലാവും. ഇവിടെ എനിക്ക് ലെങ്ത്ത് വേണ്ടത് ഒരു 14.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 16.5 ഇഞ്ച് ഇവിടെ എടുക്കുകയാണ്. 2 ഇഞ്ച് കൂട്ടിയിട്ട് 16.5 ഇഞ്ച് ലെങ്ത്ത് എടുക്കുകയാണ്. പിന്നെ എനിക്കിവിടെ ചെസ്റ്റ് 10 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 2 ഇഞ്ച് കൂട്ടിയിട്ട് 12 ഇഞ്ച് വയ്ക്കുകയാണ്. അതും നമ്മൾക്കിതുപോലെ താഴെയും ഫുള്ളായിട്ട് 12 ഇഞ്ച് തന്നെ എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 12 ഇഞ്ച് ഇതുപോലെ വേസ്റ്റും എടുത്തിട്ട് ഫുള്ളായി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുക്കുന്നത് ഷോൾഡറാണ്. ഷോൾഡർ ഇവിടെ ഒരു 5.5 എടുക്കുന്നുണ്ട്. ഷോൾഡർ 5.5 എടുത്തു. അതേപോലെ ആം ഹോളിൻ്റെ ഭാഗവും ഞാനൊരു 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. ചെസ്റ്റ് എനിക്ക് വേണ്ടത് 10 ആണ്. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇടുപ്പ് ലൂസാണ്. ഇടുപ്പ് ലൂസ് ഒരു 8.5 ഇഞ്ച് മതി. അപ്പോൾ ഇതുപോലെ ഇടുപ്പ് ലൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത് ഞാൻ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നെക്കാണ് എടുക്കുന്നത്. നെക്ക് ഇവിടെ ഒരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്കും 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ഒരു 5 ഇഞ്ചും ഫ്രണ്ട് ഒരു 6 ഇഞ്ചാണ് അളവ് ബ്ലൗസിൽ വരുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ എടുക്കുകയാണ്. ബാക്ക് 5 ഇഞ്ച് എടുത്ത് 1 ഇഞ്ച് കൂട്ടി 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് വൈഡും 2.5 വയ്ക്കുന്നത്. നെക്ക് വൈഡും 2.5 വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇനി നമുക്കിവിടെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടാനുണ്ട്. അപ്പോൾ അതിനും ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കാണ്. താഴത്തെ വര ഫ്രണ്ടാണ്, കുഴിച്ച് വെട്ടിയ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഒന്നും അറിയാത്തവർക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആം ഹോളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗം മേലത്തെ 2 പീസ് എടുത്തിട്ട് ഇത് നമ്മളുടെ ഫ്രണ്ട് ഭാഗം ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് കുഴിച്ച് വെട്ടി എടുക്കുകയാണ്.
അപ്പം നമ്മുടെ ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ബേക്കാണ്. നമുക്ക് 5 ഇഞ്ചാണ് ബേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ട് വേണ്ടത് 6 ഇഞ്ചാണ്. അപ്പോൾ അതും എടുക്കുകയാണ്. നമ്മൾ യു കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ നിർത്താൻ പാടില്ല. ആ റൗണ്ടിൻ്റെ അവിടെ നിർത്താൻ പാടില്ല. ഒരേ റൗണ്ടിൽ തന്നെ കത്രിക വെച്ച് പോകണം. അതും എല്ലാവരും ശ്രദ്ധിക്കണം. യു കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കത്രിക നിർത്താതെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്ത് പോകണം. പിന്നെ നമ്മളിത് ഷോൾഡർ ഇവിടെ ഓപ്പൺ ആക്കുകയാണ്. നമുക്കിത് ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസിലാണ്. ഫ്രണ്ട് പീസിൽ അതായത് ബാൻഡ് വരെ ഉള്ളതാണ്. ബാൻഡ് വരെ ഉള്ളത് എടുക്കുകയാണ്. എനിക്കിവിടെ വേണ്ടത് ബാൻഡ് വരെ 12 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ച് എടുത്തിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലൗസ് ഇതുപോലെ വെച്ച് നോക്കാം. അപ്പോൾ ബ്ലൗസിൽ വരുന്നത് 11.5 അപ്പോൾ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 12 ഇഞ്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ടക്കാണ്. ടക്ക് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച് വെച്ചിട്ട് മേലേക്ക് 3 ഇഞ്ച് എടുത്തത് ഇതുപോലെ ടക്കും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡ്, ഈ 2 സൈഡും നമ്മൾ ഒരേ അളവിൽ വേണം എടുക്കണമെങ്കിൽ. പിന്നെ 2ലും ഓരോരോ ഇഞ്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഇത് ഫ്രണ്ട് ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗത്ത് ഒരു 1.25 എടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് ശേഷം ഞാൻ ടക്കിന് ഒരു 2 ഇഞ്ച് ലെങ്ത്തും ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു 3 ഇഞ്ച് എടുക്കുന്നുണ്ട് ടക്കിന്. പിന്നെ ആംഹോളിൻ്റെ അവിടെ അതുപോലെ. എനിക്കിവിടെ ചെറിയൊരു കപ്പാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര മതി. ബ്ലൗസിൽ ഇതുപോലെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ടക്ക് പോയിൻ്റൊക്കെ ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. നമ്മുടെ പോയിന്റുകളിലൊക്കെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഫ്രണ്ട് ഓപ്പൺ ചെയ്യുക. പിന്നെ നമുക്കിത് മടക്കി പിടിച്ചൊന്ന് തട്ടിക്കൊടുക്കുക. നമ്മുടെ ആ പോയിൻ്റ് ഒന്ന് കറക്റ്റ് ആക്കുക. അത്രയേ ഉള്ളൂ കപ്പിൽ ഫ്രണ്ട് പീസിൽ പണി. അപ്പോൾ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ബാൻഡാണ്. ബാൻഡും അതുപോലെ നമുക്ക് അളവ് ബ്ലൗസിലെ അളവ് തന്നെ വെച്ചിട്ട് ബാൻഡ് ലെങ്ത്തും എടുക്കുക. ബാൻഡ് ഞാൻ ബ്ലൗസിലെ ബാൻഡിൻ്റെ അളവ് തന്നെ വെച്ചിട്ട് ബാൻഡും കട്ട് ചെയ്യണം. ബാൻഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബാൻഡിൻ്റെ ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് വരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഫ്രണ്ട് ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ ഒരു 4 പീസ് ബാൻഡും കൂടി എടുക്കണം. 4 പീസ് നമ്മുടെ തുണിയുടെ കട്ടി എങ്ങനെയാണ് അതിനനുസരിച്ച് എടുത്താൽ മതി. കൂടുതൽ കട്ടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് കട്ടിയുള്ള ഒരു പീസും നമ്മുടെ ബ്ലൗസിൻ്റെ ഒരു പീസും എടുത്താൽ മതിയാവും. പാൻറ് തുണിൻ്റെയൊക്കെ കട്ടിയാണെങ്കിൽ. പിന്നെ നമ്മൾ സ്ലീവാണ് എടുക്കാൻ പോകുന്നത്. സ്ലീവ് ലെങ്ത്തും വേസ്റ്റും എടുത്തിട്ട് എനിക്കിവിടെ ലെങ്ത്ത് വേണ്ടത് ഒരു 14 ഇഞ്ചായിരുന്നു. അപ്പോൾ സൈഡ് ഞാനൊരു 13 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക.
അപ്പോൾ അവിടെ സ്ലീവും റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ബാക്കിലേക്കാണ്, പക്ഷെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ എനിക്കതൊരു അളവ് കറക്റ്റായിട്ട് ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വരും. നമ്മളിപ്പോൾ ഇതിവിടെ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസ് പീസിൽ ഇതെല്ലാം ഒന്ന് ഇങ്ങനെയാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഇവിടെ ബാക്ക് വെച്ചു. ബാക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇതാ ബാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടേക്കായിട്ട് ഞാൻ ഫ്രണ്ടും വെച്ച് കൊടുക്കുകയാണ്. ശേഷം സ്ലീവാണ്. സ്ലീവും എനിക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള പീസുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ ബാക്ക് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ബാൻഡിനും നമുക്ക് എടുക്കാനുള്ള തുണിയുണ്ട്. അപ്പോൾ ഞാനിത് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പതുക്കെ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ലൈനിങ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ അതായത് ലൈനിങ് ആണ് അളവ്. നമ്മുടെ ബ്ലൗസ് പീസ് കുറച്ച് ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ തുമ്പ് കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യരുത്. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യണമെങ്കിൽ. ഫ്രണ്ടാണ് എടുക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ലൈനിങ് ആണ് നമ്മുടെ അളവ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ബിറ്റിന് നമ്മുടെ സൈഡുകളിലൊക്കെ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ. അതേപോലെ സ്ലീവും ഇതുപോലെയാണ് എടുക്കുന്നത്. ഇനി അടുത്ത ബാൻഡാണ്. ബാൻഡും നമ്മൾ ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ബാൻഡ് കട്ട് ചെയ്യുമ്പോഴും നമ്മളിത് ഇതുപോലെ കുറച്ച് 1/4 ഇഞ്ചൊക്കെ ഇതുപോലെ തന്നെ വേണം കട്ട് ചെയ്യണമെങ്കിൽ. പിന്നെ അടുത്ത് ബ്ലൗസിന് വേണ്ടത് ക്രോസ് പീസാണ്. അപ്പോൾ ഞാനിത് ആം ഹോളിൻ്റെ ഭാഗം ആണ് എടുക്കുന്നത്. ആം ഹോള് കട്ട് ചെയ്തതിൻ്റെ ഭാഗത്ത് വരുന്ന 4 പീസ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. നമുക്കൊന്ന് ഷേപ്പ് കറക്റ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ജോയിൻ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് പിന്നെ നമ്മൾ ഇതുപോലെ തിരിച്ച് പിടിക്കണം. തിരിച്ച് പിടിച്ചിട്ട് വേണം വീണ്ടും കട്ട് ചെയ്തെടുക്കണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ക്രോസ് പീസ് കറക്റ്റായിട്ട് നമുക്കത് ബ്ലൗസിലൊക്കെ ജോയിൻ്റ് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പിടിച്ചിട്ട് വേണം നമ്മുടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ക്രോസ് പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രോസ് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് നമ്മുടെ ഹുക്ക് പട്ടി, അതായത് ഹുക്ക് വയ്ക്കുമല്ലോ
ബ്ലൗസിലെ ആ ഹുക്കിൻ്റെ ഭാഗമാണ് ഇത് വരുന്നത്. ആ ഹുക്ക് വെക്കാൻ ഞാനിവിടെ 1.5 ഇഞ്ച് പീസാണ് നമ്മൾ എടുക്കുന്നത്. ഹുക്ക് വെക്കാനാണ് ഇത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലൊരു 2 പീസ് ഉണ്ട്, അപ്പോൾ ഞാൻ ഇതൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ഹുക്ക് വെക്കുന്നതാണ്, നമ്മുടെ ലൈനിങ് പീസാണ്. ഇത് നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഉള്ളിലോട്ട് പോകും. ഇതാണ് ഹുക്ക് വെക്കാൻ. ഇനി അടുത്തത് ഹോള് വെക്കുന്നത്. ഈ ഭാഗം കൊണ്ടാണ് ഹോള് വെക്കുന്നത്. ഹോള് വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബ്ലൗസ് ബിറ്റ് കൊണ്ട് തന്നെ ഹോള് വെക്കണം. അപ്പോൾ ഹോള് വെക്കാനും ഒരു 2 ഇഞ്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഹുക്ക് വെക്കാൻ ഒരു 1.5 ഇഞ്ചും ഹോള് വെക്കാൻ ഒരു 2 ഇഞ്ചും കട്ട് ചെയ്യാണ്. അതായത് ഇത് 2 ഇഞ്ച് മടക്കിയിട്ടുണ്ട്. മടക്കിയ പീസാണ് ഞാൻ 2 ഇഞ്ച് അളവെടുത്തിരിക്കുന്നത്. ഇത് നിവർത്തിയ 4 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പീസ് റെഡി ആയിട്ടുണ്ട്, കട്ടിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.